നമ്മള് ഈ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റെൻഡൊക്കെ ബൈപ്പാസ് ചെയ്യുന്നത്. ഈ സെയിം ബ്ലോക്ക് നമ്മുടെ ബ്രെയിനിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അത് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുവാണ്. നമ്മുടെ ബ്രെയിനിലെ രക്തക്കൊഴലുകൾ എന്ന് പറഞ്ഞ് വളരെ നേരിയതായിട്ടുള്ളതും വളരെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കൊഴുപ്പ് വെച്ചാ. അപ്പൊ അപ്പം അവിടുത്തെ രക്തക്കൊഴലുകളും ഈ ഇതിനകത്ത് അതൊരു സെമി സോളിഡാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിലോ ബോണോ പോലെയല്ല. അതൊരു സെമി സോളിഡ് ഇതാണ്. അപ്പൊ അവിടുത്തെ രക്തക്കൊഴലുകളും അത്ര ജെന്റിലായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ശരിക്കും ബ്രെയിനിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്. നമ്മൾ കഴിക്കുന്ന പല ടോക്സിൻസും മരുന്നുകളും ഒന്നും ബ്രെയിനിലേക്ക് പോകാതിരിക്കാൻ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ആ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ പലർക്കും ഈ ടെൻഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ഉള്ള ടെൻഷനാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ സ്ട്രെസ് വരുമ്പോഴും നമ്മുടെ നെർവ്സിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പം ഈ മരുന്നുകളും അതുപോലെ തന്നെ രക്തക്കൊഴലുകൾക്കുള്ള ഡാമേജ്, ബ്രെയിനിന്റെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോഗ്നിറ്റീവ് പവറും കുറഞ്ഞു പോകും. പ്രത്യേകിച്ച് പ്രഷർ ഉള്ളവർക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മൈക്രോ ഹെമറേജസ് വരും. അത് പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് പ്രത്യേകിച്ച് കൂടുതലായിരിക്കും. പ്രഷറിന് മരുന്ന് കഴിച്ച് നമ്മൾ ഒരു ഡോസ് ഇച്ചിരി നേരം താമസിച്ചു കഴിഞ്ഞാൽ പ്രഷർ ഷൂട്ടപ്പ് ചെയ്യും. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് വലിയ സ്ട്രോക്ക് ഒന്നും വന്നില്ലെങ്കിലും ചെറിയ ചെറിയ ഹെമറേജസ് വരും. നമ്മൾ അറിയാതെ പോകും. സൈലന്റ് അറ്റാക്സ് എന്ന് പറയും. ബ്രെയിനിന്റെ സൈലന്റ് സ്ട്രോക്ക് എന്ന് പറയും. ഹാർട്ടിനാണെങ്കിൽ സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അതുപോലെ അത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അത് കൂടുതലായിരിക്കും. കാരണം ഈ രക്തക്കൊഴലുകൾക്ക് പ്രത്യേകിച്ച് മൈക്രോവാസ്കുലർ ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബ്രെയിനിലും ഈ പ്രശ്നം വരും, ഹാർട്ടിലും പ്രശ്നം വരും. പലപ്പോഴും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഡയബറ്റിക് പേഷ്യന്റിന് നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവർ 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു അറ്റാക്ക് വന്നു. ആൻജിയോഗ്രാമിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അറ്റാക്ക് വന്നു? അപ്പം അവർക്ക് മേജർ രക്തക്കൊഴലുകൾക്കുള്ള ബ്ലോക്ക് മാത്രമേ നമുക്ക് ആൻജിയോഗ്രാമിൽ അറിയാൻ പറ്റുള്ളൂ. മൈനർ രക്തക്കൊഴലുകൾക്ക് ഈ മൈക്രോ ആൻജിയോപ്പതി എന്ന് പറയുന്നത് നമുക്ക് ആൻജിയോഗ്രാം വെച്ചും അറിയാൻ പറ്റില്ല. അത് ഡയബറ്റിക് പേഷ്യൻസ് വളരെ കോമൺ ആയിരിക്കും. ഹാർട്ടിലാണെങ്കിലും ഹാർട്ട് അറ്റാക്കും വരാം. അതുപോലെ സൈലന്റ് സ്ട്രോക്കും ഡയബറ്റിക് പേഷ്യന്റിന് കൂടുതലായിരിക്കും.